പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ അതിനെ സാമുദായിക ധ്രുവീകരണത്തിലുള്ള ഒരു ടൂളാക്കി മറ്റു ചിലർ ഉപയോഗിച്ചു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കുന്നവരെയുമാണ് പിണറായി ലക്ഷ്യം വെച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ SNDP വോട്ടുകൾ CPMൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ CPM നേതൃത്വം അതിനെ തിരിച്ചു പിടിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ പിണറായിയെ വെള്ളാപ്പള്ളിയെ പിണറായി ന്യായീകരിക്കുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി നടത്തിയ പ്രസംഗം പിണറായി വിജയൻ തന്നെ നടത്തിയ പ്രസംഗമാണ്. കാരണം CPMൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം അടുത്ത തെരഞ്ഞെടുപ്പ് പിടിച്ച് അധികാരത്തിൽ വരിക, അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയൊരു പദ്ധതി പ്രകാരം തന്നെയാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് പോയി പ്രസംഗം നടത്തിയത്. അത് വളരെ വ്യക്തമാണ്. അത് വ്യക്തമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ ചേർത്തലയിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സരസ്വതീ വിലാസത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നു. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്, അത് തെറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഏകദേശം ഒറ്റക്കെട്ടായിട്ട് LDFനാണ് വോട്ട് ചെയ്തത്. അധികാരത്തിൽ ഇത്രയും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വരാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിന് പോകുമ്പോഴത്തേക്ക് സ്വർണ്ണക്കടത്ത് കേസ് ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. ഒരു സാധാരണ ഗവൺമെന്റിന് താഴെ വീഴാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഏകദേശം 100 സീറ്റോളം എത്തി വാങ്ങി അധികാരത്തിൽ വരാൻ പ്രധാന കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലായി അത് അപകടമാണ്. കാരണം ഈറ്റില്ലത്തിൽ നിന്ന് ചോർച്ച വന്നു. ഇവിടെ ആലപ്പുഴ, കണ്ണൂർ, അതേപോലെയുള്ള CPMൻ്റെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് വോട്ടുകൾ ചോർന്നു. അതാവട്ടെ BJPയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ വോട്ടുകളെ പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ ആ പിടിച്ചു നിർത്താൻ കാരണമാകുന്ന ഘടകം കൂടുതൽ ആ ഒരു ഘടകത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ വർദ്ധിതമായ രീതിയിൽ പിന്തുണ ലഭിക്കുകയും വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുകയും ചെയ്യുള്ളൂ. അതെങ്ങനെയെന്ന് പറയുമ്പോൾ മലപ്പുറത്ത് പോയിട്ട് ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മലപ്പുറം എന്നുള്ളത് മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയാണ്, അതൊരു പ്രത്യേക രാജ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള സ്ഥലത്ത് ഈ ഹിന്ദുക്കൾക്ക് വിശേഷിച്ചും ഈഴവ ആദി പിന്നോക്കക്കാർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ തീക്കളിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ്, ഒരു വേർതിരിവ് കൃത്യമായിട്ട് വരും. ഇപ്പം തന്നെ നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു ചേരിതിരിവാണ് മുസ്ലിങ്ങളൊരു ഭാഗത്തും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും ഇപ്പം ക്രിസ്ത്യൻ സമൂഹവും ഇങ്ങനെ ഒരു രണ്ടായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കും കേരള സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ മാറ്റവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹിന്ദു മുസ്ലിം അകൽച്ച വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന വന്നതിൻ്റെ പിറ്റേ ദിവസം ഏറ്റവും കൂടുതൽ ആവേശപൂർവ്വമായിട്ട് ഇതിനെ സ്വാഗതം ചെയ്തതാരാണ്? BJPയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആ കെ സുരേന്ദ്രൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വെള്ളാപ്പള്ളിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ആ പ്രസംഗത്തെ ന്യായീകരിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പരോക്ഷമായിട്ടാണ് മലപ്പുറത്ത് പ്രസംഗിച്ചതെങ്കിൽ പിറ്റേ ദിവസം അതിനെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും അവർ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഈ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട, അതായത് മലപ്പുറത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളായ ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കുന്നില്ല. ഇത് പച്ചയ്ക്ക് പറയല്ലേ ചെയ്തേ. തീർച്ചയായും അത് തന്നെ പിണറായി വിജയൻ പറയുന്നു, ആ പറഞ്ഞത് ശരിയാണ്. അവിടെ കാണിക്കുന്നത് ഇതാണിപ്പം സാർ പറയുന്നത് അനുസരിച്ചാണ് നേരത്തെ പിണറായി പറഞ്ഞ ഇത് തന്നെയാണ് അല്ലേ? ഇന്ത്യൻ എക്സ്പ്രസിൽ വലിയൊരു ലേഖനം ഡൽഹിയിൽ പോയിട്ട് ഉള്ള കൊടുത്ത സ്വകാര്യ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് കേരളത്തിലെ BJP പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിണറായി വിജയനും പറയുന്നത് അല്ലേ? അതേപോലെ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ വയനാട് പോയി പ്രസംഗിച്ചത് എന്താണ്? പ്രിയങ്ക ഗാന്ധി ജയിച്ചത് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിച്ചിട്ട് ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് മുസ്ലിം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്.
രണ്ടാമതേ തീവ്രവാദിയാണോ മറ്റ് മിതവാദിയാണെന്നുള്ള പ്രശ്നം വരുന്നുള്ളൂ. അപ്പം മതപരമായ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാവുക ചെയ്യും. അപ്പം ഇങ്ങനെ വേർതിരിവ് വരുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷം എവിടെ ഉണ്ടാവുന്നുവോ അവിടെ ന്യൂനപക്ഷമായി മാറുന്നവർക്ക് ശബ്ദമില്ലാതായി മാറുന്ന അവസ്ഥ വരുന്നു. കേരളത്തിൽ ഈ ഒരു മുസ്ലിം സ്വാധീനം അതല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപകമായ തരത്തിലുള്ള അർത്ഥവും. ഇത് ഈ ഒരു ഭീതി സമൂഹത്തിലേക്കും ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ്? CPM ആണ്. അതെ. അപ്പോൾ ആ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ ഇപ്പം നേരത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഞങ്ങളെ അടിച്ച് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ CPM പറ്റത്തുള്ളൂ, CPM ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നായിരിക്കും. അപ്പോൾ ഇപ്പം മുസ്ലിങ്ങളെ കൊണ്ട് വിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി. എന്നിട്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നുള്ളത് ഞങ്ങളാണ്, അതുകൊണ്ട് ഹിന്ദുക്കളുടെ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ സാന്നിധ്യം, ഞങ്ങൾക്ക് പ്രസക്തിയും ഞങ്ങൾക്ക് ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹിന്ദുക്കൾക്കിവിടെ രക്ഷ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് മുസ്ലിം ലീഗ് നാളെ അധികാരത്തിൽ വരികയാണെങ്കിൽ, അതായത് UDF മുസ്ലിം ലീഗും സ്വാഭാവികമായിട്ടും സഖ്യകക്ഷിയാണ്. അപ്പം കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന്. അത് മാത്രമല്ല UDF വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആരോപണം മറ്റേ മുസ്ലിം ലീഗ് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കാണിക്കുന്നു, അധികാരം കാണിക്കുന്നു, സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭരണം മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് പോവുകയും എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് പോവുകയും എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുക. അപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, കേരളം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇവിടെ UDF അധികാരത്തിൽ വരികയും ആ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് സൂപ്പർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും കേരളത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലേക്ക് അമരുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈഴവ വോട്ടുകൾ വൻതോതിൽ CPM കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ചോർന്നുപോയി. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം ആലപ്പുഴയാണ്. അതിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആദ്യം തന്നെ പോയി വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നു. ഇതിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ BJP മുന്നിലെത്തുന്നു. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ എക്കാലവും CPM കുത്തകയായ സ്ഥലത്ത് മുന്നിലേക്ക് എത്തുന്നു. മാത്രമല്ല ധീവര വോട്ടുകൾ ഈ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നു. അപ്പം ഹിന്ദു വോട്ടുകൾ പിടിച്ചാൽ BJPക്ക് മുന്നേറാൻ കഴിയുമെന്ന് എല്ലാ കാലവും BJP പറയുമായിരുന്നു. അത് ഇവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ചേർത്തലയിൽ നടക്കുന്ന പരിപാടിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തുന്നു. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സാധനം കൊടുക്കും. ഇത് തന്നെ 2 ദിവസം മുമ്പ് G സുധാകരനും സജി ചെറിയാനും ഒക്കെ വ്യക്തമാക്കിയതാണ്. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആണ്. ആറ്റിങ്ങൽ എടുത്ത് നോക്ക്, ആറ്റിങ്ങലും ചോർച്ച ഉണ്ടായി, വൻ ചോർച്ച ഉണ്ടായി. ആറ്റിങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ CPM ഈറ്റില്ലമായി. അതെ അല്ലേ? കഷ്ടിച്ച് അങ്ങ് രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഈ ഒരു മുസ്ലിം ഹിന്ദു വിടവ് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ഭീതി വരികയും സ്വാഭാവികമായിട്ടും UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉണ്ടാവുമല്ലോ. അതെ. മാത്രമല്ല ഏറ്റവും നിർണായകമായ വകുപ്പുകൾ മുസ്ലിം ലീഗിന് കിട്ടുകയും ചെയ്യും. കാര്യം വടക്കൻ മലബാർ ഏരിയയിൽ മുസ്ലിം ലീഗിന്റെ സഹായം ഇല്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാനും പറ്റത്തില്ല. അപ്പൊ അതിനെ വളരെ മനോഹരമായിട്ട് ആ അടുത്ത തെരഞ്ഞെടുപ്പിനെ മാത്രം നോക്കി കണ്ടുകൊണ്ട്, ഇതല്ലാതെ ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വേറെ മറ്റു പരിഗണനകൾ കൊണ്ടോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു പിണറായി വിജയൻ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത്, ഉദാഹരണത്തിന് ഈ ചേർത്തലയിലെ ഈ വെള്ളാപ്പള്ളിക്ക് 30 വർഷം തികഞ്ഞതിൻ്റെ, SNDP നയിച്ച് 30 വർഷം തികഞ്ഞതിൻ്റെ ആദരം സാധാരണ ആൾക്കാർ 25 വർഷം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജൂബിലിയാണ് സാധാരണ ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഇവിടെ 30 വർഷം തികയുന്നുള്ളൊരു ഒക്കേഷൻ ഉണ്ടാക്കുകയാണ്. അതുപോലും വളരെ ആസൂത്രിതമായിട്ട് രീതി നടപ്പിലാക്കിയതായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് മുഖ്യമന്ത്രി വരുന്നു, മറ്റ് മന്ത്രിമാർ വരുന്നു. അപ്പോൾ LDFൻ്റെ ഒരു കൃത്യമായ ഒരു മുഖം. അപ്പോൾ ഇതിനകത്ത് ഈ പത്രങ്ങളിൽ വന്ന ചിത്രം കണ്ടാൽ അറിയാം, വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അതിനകത്തേക്ക് തന്നെ വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യമന്ത്രി ആനയിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഒരു അനൗചിത്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ, BJP ഏത് പാതയിലൂടെയാണോ പോകുന്നത് അതേ പാതയിലൂടെ പിണറായി വിജയനും കൂട്ടരും വരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും BJPയും CPMും അതല്ലെങ്കിൽ പിണറായി വിജയനും ഒരേ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്തൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെയും നേതൃത്വത്തിൻ്റെയും പിന്നെ പിണറായി വിജയൻ്റെയും CPMൻ്റെയും മൊത്തത്തിൽ CPMൻ്റെയും
ഒരേ അഭിപ്രായത്തിൽ വന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തികച്ചും രാഷ്ട്രീയ അഭിപ്രായമാണ് അല്ലെ? അതിനെ വളരെ രീതിയിൽ വക്രീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളും ലീഗ് ഉന്നതാക്കളും ശ്രമിച്ചു. അത്രയേ ഉള്ളൂ. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നടേശൻ ഒരേ സമയത്ത് CPM വേണ്ടി വാദിക്കും, മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി BDJS വാദിക്കുന്നുണ്ട്, BJPക്ക് വേണ്ടി വാദിക്കുന്നു. അപ്പോൾ ഈ ഒരു നാടകമാണ്. അത് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് കേരള രാഷ്ട്രീയം എങ്ങനെ മാറുന്നു, BJPയും CPMും തമ്മിലുള്ള അകലം അറിയണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന വിഗ്രഹത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. എന്താണ് CPMും BJPയും തമ്മിലുള്ള അകലം? അവർ രണ്ടും ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മലപ്പുറം പ്രസംഗം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.